സോറി നമ്മുടെ വീഡിയോ കട്ടായി പോയേ. ഈ ഇതുവാ കുറുമ്പൊക്കെ എടുക്കുന്ന സമയത്ത് മോള് കൂടുതൽ അടിക്കാറുണ്ട്? അങ്ങനെ അടിക്കാറൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഏത് പാരന്റിന് ദേഷ്യം വരുമ്പോഴും എനിക്കും ദേഷ്യം വരാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം അവരുടെ കൂടെ ചെലവാക്കുന്നതുകൊണ്ട് ആ ടൈം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ അവർ അടിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. കാരണം ആ കുഞ്ഞു മനസ്സിൽ കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. അതിലിടയ്ക്ക് ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. കാരണം അവള് ആ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും രണ്ടും ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവൾക്ക് ആക്ടിങ് ഇഷ്ടമാണ്, മോഡലിംഗ് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അതിനോട് ഫോഴ്സ് ചെയ്യാറില്ല. അതൊരു പാഷനായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നു. അവൾക്ക് താല്പര്യമുള്ള ഫീൽഡുകൾ മാത്രം. പിന്നെ അവളെ കൊണ്ട് തല്ലി ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല. ഇന്ന ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ചെയ്യുക, ഇന്ന ഡാൻസ് ഫോം പഠിക്കുക, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും അവളുടേതായ രീതിയിൽ ഇഷ്ടത്തിനാണ് അത് പോകുന്നത്. അവൾക്ക് വേറെ ഡാൻസ് ഫോംസിനോട് അത്രയും താല്പര്യവുമില്ല. താല്പര്യമില്ല. സോ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഭരതനാട്യം ക്ലാസിക്കലോട് ഭയങ്കര താല്പര്യമുണ്ട്. പ്ലസ് അവൾക്ക് ആക്ടിവിറ്റിയിൽ ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്യും, ഒരുപാട് വരയ്ക്കും, കളേഴ്സ് ചെയ്യും. അതുപോലെ കുറച്ച് ടൈം മൊബൈലിലിരിക്കും. അതുപോലെ അവളുടെ ആക്ടിങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്രെയിം നമ്മൾ പെർഫെക്റ്റ് ആവാൻ കാരണം നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് നിർത്തിയേക്കുന്നുണ്ട്. അവൾ വളർന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയും അവളുടെ തലമുറയിലെ എല്ലാ കുട്ടികളുടെ റേഞ്ചും ഉണ്ട്. അതുകൂടാതെ അവളുടെ വലിയച്ഛനുണ്ട്, ചെറിയച്ഛനുണ്ട്, പിന്നെ അങ്കിൾ, വേറെ ഫാമിലി മെമ്പേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകുടുംബമായിട്ടാണ് അവൾ താമസിക്കുന്നത്. സോ അതുകൊണ്ട് അവൾക്ക് റിലേഷൻസിന്റെ വാല്യൂ കറക്റ്റായിട്ട് അറിയാം. ഇന്ന ആള് നമ്മൾ എത്ര വാല്യൂ ചെയ്യണം, ഇന്ന ആള് നമ്മൾ എത്രത്തോളം നമ്മൾ ചേർത്ത് പിടിക്കണം എന്നറിയാം. ഇന്നിപ്പോൾ ആ കുട്ടീനെ ഞാനൊരു ഇച്ചിരി കൂടി പ്രായമായി കഴിഞ്ഞ് സപ്പോസ് അവൾ ടീനേജറായി മാറി അവിടെ നമ്മൾ വേറെ അന്യനാട്ടിലേക്ക് നമ്മൾ പഠിക്കാൻ വിട്ടാൽ പോലും ഷീ നോസ് ഹൗ ടു മെയിൻറ്റെയിൻ ഹെർ സെൽഫ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് വേൾഡിൽ അതിനു വേണ്ടി ഭാഷ അത്യാവശ്യം. അപ്പം നമ്മൾ വേണ്ട രീതിയിൽ ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. പല ഭാഷയിൽ അവളോട് സംസാരിക്കുന്നു. ആ ഒരു കാര്യം ഏറ്റവും അത്യാവശ്യമാണ്. പൈസേനെക്കാട്ടിയും അത്യാവശ്യം വേറെ ഏതെങ്കിലും സ്കില്ലിനെക്കാട്ടിയും അത്യാവശ്യമാണ് ഭാഷ. പല നാട്ടിലും പല ഭാഷ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു യൂണിവേഴ്സൽ ലാംഗ്വേജസ് ഉണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയും. നമുക്ക് വേണ്ട ഭാഷകൾ അത് ഏറ്റവും ഫ്രെയിമിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതൊരു കുഞ്ഞിനെ ഫ്രെയിം ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ മാക്സിമം ആയിട്ട് നിങ്ങൾ വലിയ കോഴ്സുകളോ അല്ലെങ്കിൽ പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോയി ചേർക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇന്നത്തെ യൂട്യൂബ് വേൾഡിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും പോയി അന്വേഷിച്ച് ഒരു ചീറ്റിങ്ങിന് ഒരു പ്രൊജക്റ്റായിട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ താങ്ക് യു. നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഭയങ്കര സർപ്രൈസാണ്. കാരണം ഇതൊരു ആക്ടിങ്ങോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാരൻറ്റിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ കാണും അല്ലെങ്കിൽ വ്ളോഗേഴ്സിനെ കാണും, പലരെയും കാണും. പക്ഷെ എനിക്കും സർപ്രൈസ് ആയിട്ട് അതെ. ബ്ലോഗറേ അല്ല, എൻ്റെ പേര് ഐമ. ഞാൻ ഇന്റർകാസ്റ്റ് മാരേജിലാണ് ഞാൻ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു എനിത്തിങ് 1.5 മാസത്തോളം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും, ആ ഒരു ചുറ്റുപാട് എന്തായി മാറും. പക്ഷേ എന്നെ വളരെ വാം വെൽക്കമായിട്ടാണ് എന്നെ ഫാമിലി സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ കുട്ടീനെയും അതുപോലെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ വി ആർ ബ്ലെസ്ഡ്. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയത് എൻ്റെ അറിവുകളാണ്. മുന്നോട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ഒരു നല്ലൊരു കുടുംബം ബ്ലെസ്സിങ് ആയിട്ട് കിട്ടുക, നമ്മൾ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക. അതേപോലെ മോള് ഒരു ബ്ലെസ്സിങ് ആയി വന്നു. പ്ലസ് അവളെ നമുക്ക് നമ്മുടേതായ എക്സ്പീരിയൻസുകളും അതേപോലെ നമ്മുടെ അറിവുകൾ പകർത്താൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഭയങ്കര സ്ട്രെസ്ഡാണ്. സ്ത്രീകൾ മാത്രമല്ല, ആണുങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷെ അവർക്കൊക്കെ ഇപ്പോൾ മുഴുവനെ പോലുള്ള ഒരാളുടെ ഈ ഒരു ഉപദേശം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളി. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഹസ്ബൻഡുമാർ കുറേ ഭർത്താക്കന്മാരുണ്ടോ ഇതൊക്കെ കാണുന്നവർ, അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാറുണ്ടോ?
ഞാൻ ഇതിലൊരു ജനറലൈസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഇതിൽ ഭർത്താവോ ഭാര്യയും അല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം ഒരു റിലേഷനിലേക്ക് മാറുന്നത് തന്നെ നമുക്ക് പരസ്പരം അങ്ങനെ ഒരു റിലേഷൻ ഈശ്വരനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ആ ഒരു റിലേഷനിലേക്ക് നമ്മൾ വന്ന് വീഴുന്നത്. അല്ലാതെ നമ്മൾ മൈല് ദൂരെ കിടക്കുന്ന ആളെ നമ്മൾ ഏതോ മാട്രിമോണി സൈറ്റിൽ നിന്ന് നമ്മൾ ഒന്നാവുമ്പോൾ പല റിലേഷൻസും തെറ്റിപ്പോണത് രണ്ടും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ്. ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ലൈഫ് പാർട്ട്ണറിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും ഏറ്റവും നടുക്കും വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുകൂടാതെ ഏറ്റവും വേണ്ടത് ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങൾ അവർക്ക് ടൈം കൊടുക്കുക, അവരുടെ ടൈം നിങ്ങളും മേടിക്കുക. അതാണ് ഏറ്റവും ഇപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഈ ലോകത്ത് പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നമ്മളാണെങ്കിലും ഏത് വർക്ക് ചെയ്യുന്നവനാണെങ്കിലും വർക്ക് ചെയ്യാത്തവനാണെങ്കിലും നമുക്ക് 24 hours ഒരു ദിവസമുള്ളൂ. 24 മണിക്കൂറേ എല്ലാവർക്കും ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. ആ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം എല്ലാ ദിവസവും നിങ്ങൾ 3 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണണമെന്നാ അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകണമെന്ന് അതൊന്നുമില്ല. സ്നേഹത്തോടൊരു വാക്ക്, സ്നേഹത്തോടൊരു നോക്ക്, അത് മാത്രം മതി ഒരു ദിവസം മൊത്തം ഞങ്ങളെയുള്ള ഭാര്യമാർക്ക് ഒരു ഭംഗിയായിട്ടുള്ള ലൈഫ് സെറ്റ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ അവരാണല്ലോ ഏറ്റവും നമ്മളുടെ പാരന്റ്സിന്റെ ആ ഒരു സ്നേഹം പ്രണയാൽ അവരുടെ കോളേജ് കറക്റ്റ്. അപ്പൊ നമ്മള് ഏത് നേരവും അവരുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ആർഗ്യുമെന്റ് ചെയ്യുന്നു, അടിപിടി ഉണ്ടാക്കുന്നത് നമ്മുടെ പിന്നീടുള്ള തലമുറക്ക് അതൊരു ബാഡ് മാർക്കായി മാറുന്നു. അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അവരുടെ മുന്നിൽ സ്നേഹത്തോടെ നിൽക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുക, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സംസാരിക്കുക. അതേ റെസ്പെക്റ്റോടെ ആ കുഞ്ഞും നിങ്ങളുടെ ഇടയിൽ വളരും. നാളെ ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ പെങ്കൊച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ളതാണെങ്കിലും അതേ തലമുറയിൽ നല്ല ഭംഗിയായിട്ടുള്ള അബ്രിങ്ങുള്ള കുട്ടിയെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും അത്യാവശ്യം എനിക്ക് ഒട്ടും ടൈമില്ല, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് അത് പ്രൊജക്റ്റ് ഉണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ഇത് എല്ലാവരുടെ ജീവിതത്തിലുള്ള പാഠമാണ്. സോ ഫൊർഗെറ്റ് ഓൾ ദീസ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കിടക്കണേക്കാൻ മുന്നേ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഈ മൊബൈലിൽ സ്ക്രോൾ ചെയ്യണ ആ സമയം കിട്ടുന്ന തോറും അത്രയും ആ ഫോൺ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇന്ന് മുഴുവൻ ദിവസം തളർന്ന് ഒടിഞ്ഞ് വന്ന്, അത് ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, പെൺകുട്ടികൾ ഇപ്പൊ വീട്ടമ്മയാണ് എവിടെയും ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടമ്മ അപ്പോഴും വർക്കിംഗ് ആണ്. ഫുൾ ഡേ നിങ്ങളുടെ വീട്ടിലെ സകല കാര്യങ്ങൾ നോക്കുന്നത് അവരാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനെ നോക്കുന്നുണ്ടാകും, നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നുണ്ടാകും, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാകും, അലക്കുന്നുണ്ടാകും, തുടയ്ക്കുന്നുണ്ടാകും, എല്ലാ ജോലിയും അവർ നോക്കുന്നുണ്ട്. ഒരിക്കലും അവരെ നോക്കി ചോദിക്കരുത് ഈ വീട്ടിൽ നിനക്ക് എന്താ പണി എന്നൊരു വാക്ക് ചോദിക്കരുത്. മറിച്ച് ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്നൊരു വാക്ക് ഒരു ദിവസം ചോദിച്ചു നോക്കിയാൽ അതിലുണ്ടാവുന്ന വ്യത്യാസം അപ്പൊ ഫീൽ ചെയ്യാം. ആ ചേർത്ത് ആ പഴയ ഉണ്ടായിരുന്ന അതൊന്നും കൂടി ചോദിക്കാവോ? എന്തായിരുന്നു ചോദിക്കേണ്ടത്? ഞാൻ നിന്നെ ഒന്ന് മനസ്സിലായില്ല. അതായത് നിങ്ങള് ഈ വീട്ടിൽ നിനക്ക് എന്താ പണി എന്ന് ചോദിക്കേണ്ട പകരം ഞാൻ നിന്നെ ഒന്ന് സഹായിക്കട്ടെ, എന്തെങ്കിലും രീതിയിൽ സഹായിക്കണോ എന്നൊരു വാക്ക് ചോദിച്ചാൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിലേഷൻസും വീണ്ടും വൈബിലേക്ക് തിരിച്ചു കയറും. രണ്ട് നോർത്തും ഒരു സൗത്തും നിൽക്കുന്ന സ്ഥലത്ത് രണ്ടും ചേർന്ന് നിന്ന് പറ്റുന്ന പണി ആണുങ്ങൾ സഹായിക്കുക. പറ്റുന്ന പണി പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ട്, അവർ വേണമെങ്കിൽ ആണുങ്ങളുടെ പ്രൊജക്റ്റിലും അഭിപ്രായങ്ങളിലും സഹായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്കില്ലാണ് ലേഡീസിന് അല്ലേ. പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്കില്ല. പക്ഷെ പെണ്ണുങ്ങളുണ്ട്, അത് അവിടെ ചെറുപ്പം വലിപ്പൊന്നുമില്ല, ഭയങ്കര പഠിച്ചവരുണ്ട്, പിന്നെ ബിടെക് പഠിച്ചവരുണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെയൊക്കെ ഒരു താഴ്ന്ന മനസ്സുണ്ടെങ്കിൽ വീട്ടിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജോലിയിൽ ഭയങ്കര ഹെൽപ്പല്ലേ. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഗൈഡൻസും എടുത്ത് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതൊരു വലിയ പോയിന്റ് ആട്ടോ. അതിനു വേണ്ടി ഒരു ഇത് വേണ്ട, നീ വീട്ടിലിരിക്കുന്ന പെണ്ണാണ് അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്നിരിക്കുന്ന ആണാണെന്നതൊന്നും ഇല്ല. എല്ലാം ഒരേപോലെ നിങ്ങളുടെ വീട്ടിലേക്കാണ് എന്ത് വരുമാനം വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കുടുംബത്തേക്കാണ്. അതായത് ഇന്നൊരാളുടെ ഇന്നുമല്ല. പിന്നെ എന്റെ നിന്റെ അല്ല, ചേർത്ത് പിടിക്കുക, ഇത് നമ്മളുടെ ആണ് എന്നൊരു വിശ്വാസത്തിൽ എന്നും ഇത് എന്റെ ഇത് നിന്റെ ഇതാണ് നമ്മളുടെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ വരുന്ന എല്ലാ തലമുറയും ഗ്രേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഇൻഫ്ലുവൻസർ അല്ല, അല്ലെങ്കിൽ ഒരു വ്ളോഗർ അല്ല, ഒന്നുമല്ല. നിറഞ്ഞ ഹൃദയത്തോട് പറയുന്ന ഒരു വീട്ടമ്മ, ഒരു അമ്മ, ഒരു പാരൻ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റും കൂടിയാണ്. താങ്ക് യു നമ്മുടെ ഇത്രയും നമ്മുടെ വ്യൂവേഴ്സിന് ഇങ്ങനെ ഒരു നല്ല ഒരു ഓപ്പൺ ഹാർട്ട് മെസ്സേജ് തന്നതിന്. അപ്പോൾ നമുക്കിനി വീണ്ടും